എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. സെപ്റ്റംബർ 2024 ശേഷം നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഒരു ബുള്ളിഷ് മൊമെൻ്റാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. മറ്റു മാർക്കറ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിട്ടുള്ളത്. ഏഷ്യയിൽ മാത്രമാണ് ഇന്ത്യ ഒഴികെയുള്ള മറ്റ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലും ബെറ്റർ ആയിരുന്നു, യൂറോപ്പിലും ബെറ്റർ ആയിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകൾ വീണ്ടും അമേരിക്കയിൽ മുന്നേറിയിരിക്കുകയാണ്. അതേസമയം എൻവിഡിയ വീക്ക് ടു വീക്ക് താഴെയാണ്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും താഴെ വന്നിരിക്കുകയാണ്. 4.3 ട്രില്യൺ ആയിട്ട് താഴെ വന്നിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് 5.1 ട്രില്യൺ ഒക്കെ എത്തിയിരുന്നു. അതിനുശേഷമുള്ള സെല്ലിംഗ് പ്രഷറിൽ എൻവിഡിയും താഴെ വന്നിരിക്കുകയാണ്. അതേസമയം ആൽഫബറ്റ്, ആപ്പിൾ, ബ്രോഡ്കോം ഈ ഓഹരികൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ആൽഫബറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3.86 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4.12 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ബ്രോഡ്കോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1.9 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ബ്രോഡ്കോമിൻ്റെ റാലിക്കുള്ള കാരണം ആൽഫബറ്റിൻ്റെ AI ചിപ്പായ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്നത് ബ്രോഡ്കോമാണ്. ജെമിനൈ 3യുടെ സക്സസ്സിന് ശേഷം തീർച്ചയായിട്ടും ഹ്യൂജ് ഡിമാൻഡ് ആയിരിക്കും ആൽഫബറ്റിൻ്റെ AI ചിപ്പിന് എന്നുള്ള റിപ്പോർട്ടുകളാണ് ബ്രോഡ്കോമിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആൽഫബറ്റും ബ്രോഡ്കോമും തമ്മിലൊരു അലയൻസിലും എത്തിയിട്ടുണ്ട് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ 3 കമ്പനികൾ ആൽഫബറ്റ്, ആപ്പിൾ, ബ്രോഡ്കോം കഴിഞ്ഞ ആഴ്ചയിൽ ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഔട്ട് പെർഫോമൻസ് ഈ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ആൽഫബറ്റ് വീണ്ടും മുന്നേറുകയാണെങ്കിൽ ഒരു പക്ഷേ എൻവിഡിയനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ അടുത്ത ആഴ്ചയിൽ US ഫെഡിൻ്റെ മീറ്റിംഗ് വരികയാണ്. 9-10 തീയതികളിലാണ് മീറ്റിംഗ് വരുന്നത്. US ഫെഡ് 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന തരത്തിലുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. ഒപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് $2 ലക്ഷം വരെ ഇൻകം ഉള്ള അമേരിക്കൻസിനെ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് 2027 കൂടി ഇത് എക്സംപ്റ്റഡ് ആക്കുമെന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ അടുത്ത ചെയർമാനായിട്ട് ട്രംപ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് കെവിൻ ഹാസത്ത് എന്ന് പറയുന്ന നാഷണൽ എക്കണോമിക് കൗൺസിലിൻ്റെ ഡയറക്ടറായിട്ടുള്ള ട്രംപിൻ്റെ ഒരു ഉറ്റ അനുയായിനെയാണ്. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിൽ നൽകാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാരണം ട്രംപ് പറയുന്നതിനനുസരിച്ച് ഈ കെവിൻ ഹാസത്ത് ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ റിസർച്ച് ഹൗസസ് എല്ലാം തന്നെ S&P 500ൻ്റെ അടുത്ത വർഷത്തെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. റേഞ്ച് പറയുന്നത് 7400 മുതൽ 8200 വരെയാണ്. ടെക്നോളജി സ്റ്റോക്കുകൾ, യൂട്ടിലിറ്റി സ്റ്റോക്കുകളൊക്കെയാണ് വലിയ രീതിയിൽ മുന്നേറുക എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ റിസർച്ച് ഹൗസസും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $4218.4 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച എൻഡോട് കൂടിയിട്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ETF ഡാറ്റ പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ മാസം 15-ാം തീയതിയോട് കൂടിയിട്ട് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ സെൻട്രൽ ബാങ്ക് ഡാറ്റയും പുറത്തു വരും. തീർച്ചയായിട്ടും ഈ ഡാറ്റകൾ
പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിലാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ബാങ്കുകളുടെ ബയ്യിങ് Q3 വരെ കുറവായിരുന്നു. ആ ഷോർട്ട് ഫാള് Q4 അവർ കോമ്പൻസേറ്റ് ചെയ്യും. അതിനനുസരിച്ച് വലിയ രീതിയിലാണ് ഗോൾഡ് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ ടാർജറ്റ് പ്രൈസുകൾ ഓൾമോസ്റ്റ് എല്ലാ റിസർച്ച് ഹൗസസും വീണ്ടും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബുള്ളിഷ് കേസ് സിനാരിയോ വരികയാണെങ്കിൽ ഗോൾഡ് ഒരു പക്ഷേ $5,000 ക്രോസ് ചെയ്തുകൊണ്ട് 2026 ഡിസംബറോട് കൂടിയിട്ട് $5,000 ക്രോസ് ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം ഡിസംബർ എൻഡോട് കൂടിയിട്ട് ഗോൾഡ് പ്രൈസ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. അതേസമയം ഈ വർഷത്തെ 2025 ജനുവരി മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ഗോൾഡിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 61% ടോട്ടൽ റിട്ടേൺ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തൊരു കമ്മോഡിറ്റി സിൽവറാണ്. 2025 ജനുവരി മുതൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള സിൽവറിൻ്റെ ഗെയിൻ നോക്കുകയാണെങ്കിൽ 97% സിൽവർ ഗെയിൻ ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് വെള്ളിയാഴ്ച സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. $56.57 per ounce ആണ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $56.33 per ounceനാണ്. തീർച്ചയായിട്ടും സിൽവറും ഗോൾഡും നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കോപ്പറും കഴിഞ്ഞ വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. കോപ്പറും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് കോപ്പറിൻ്റെ ഡിമാൻഡ് കൂടും. ഒപ്പം സപ്ലൈ ഷോർട്ടേജും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസ് 52 വീക്ക് ഹൈനടുത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ $62.4 per ബാരലാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വീക്ക് ടു വീക്ക് ബെറ്ററാണ്. അലുമിനിയം വീക്ക് ടു വീക്ക് ബെറ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സിൽവർ, കോപ്പർ അതുപോലെ തന്നെ ഗോൾഡാണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്യാസും അതേസമയം സിൽവർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കോപ്പറും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന റെക്കോർഡ് ലോയിലാണ്. 89.46 രൂപ പെർ ഡോളറാണ്. തീർച്ചയായിട്ടും ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതേസമയം നമ്മുടെ ട്രേഡിംഗ് അവസാനിച്ചതിന് ശേഷം Q2 GDP ഡാറ്റ വന്നിരുന്നു. 8.2% റിയൽ GDP ഡാറ്റ ആണ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഫിഗറാണ്. 7.4% അപ്പർ ബാൻഡ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഡാറ്റ വന്നിരിക്കുന്നത് 8.2% റിയൽ GDP ഡാറ്റ. നോമിനൽ GDP 8.7%. Q1 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോമിനൽ GDP 8.8% ആയിരുന്നു Q1, പക്ഷേ Q2 8.7% ഉള്ളൂ. അതേസമയം റിയൽ GDP 8.2% ഉയർന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷൻ വളരെ താഴെ വന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ കൂടിയിരിക്കുകയാണ്. GST റേറ്റ് റിഡക്ഷന് ശേഷം വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് നമ്മുടെ എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കമ്പനികളുടെ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ Q2 GDP വളരെ പോസിറ്റീവ് ഫിഗർ തന്നെയാണ്. Q3 Q4 GDP ഡാറ്റയും വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ താരിഫ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മുടെ എക്കണോമിയിൽ ഇമ്പാക്റ്റഡ് ആയിട്ടില്ല. മറിച്ച് എക്സ്പോർട്ട് ഫിഗർ നോക്കുകയാണെങ്കിൽ സ്വല്പം നെഗറ്റീവൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷനിൽ കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഇന്ത്യൻ എക്കണോമീനെ സംബന്ധിച്ചും മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ. എന്നിരുന്നാലും റുപ്പി ഡിപ്രീസിയേഷൻ തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമി വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ചെറിയൊരു റോഡ് ബ്ലോക്കൊക്കെ സൃഷ്ടിച്ചേക്കാം. $5 ട്രില്യൺ
നമ്മുടെ എക്കണോമി മാറണമെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാലം കൂടി എടുത്തേക്കാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും കുറച്ചുകൂടി ലേറ്റ് ആയേക്കാം ഇത്തരത്തിൽ 5 ട്രില്യൺ ഹിറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ഗവൺമെൻറ് റെയർ എർത്ത് പോളിസിയൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത് ഡിസംബർ 15 കൂടിയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള ധാരാളം കമ്പനികളുണ്ട്. NMDC, മാംഗനീസ് ഓർ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, GMDC, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ അനൗൺസ്മെൻറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ സെബി കഴിഞ്ഞ ആഴ്ചയിൽ മേജറായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഡേറ്റൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യയിലത്തെ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റേബിളായിട്ട് എവറി ക്വാർട്ടർ അല്ലെങ്കിൽ എവറി ഹാഫ് ഇയർലി റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി 5 റീറ്റ്സുകൾ ഇവിടെയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളുണ്ട്. വീണ്ടും ധാരാളം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ഒപ്പം എക്സിസ്റ്റിംഗ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എംബസി റീറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൂക്സ് ഫീൽഡ് റീറ്റ്സ് ഉണ്ട്, മൈൻഡ് സ്പേസ് റീറ്റ്സ് ഉണ്ട്, നെക്സസ് റീറ്റ്സ് ഉണ്ട്, നോളജ് റിയാലിറ്റി ട്രസ്റ്റ് റീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 ലിസ്റ്റഡ് റീറ്റ്സുകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഈ സെബിയുടെ ഡിസിഷൻ. അതോടൊപ്പം തന്നെ മൈൻഡ് സ്പേസ് റീറ്റ്സ് 3 പ്രോപ്പർട്ടി കൂടി അവർ അക്വയർ ചെയ്യാണ്. ഓഫീസ് സ്പേസും കൂടി, ഓഫീസ് ബിൽഡിങ്ങും കൂടി അക്വയർ ചെയ്യാണ്, മുംബൈയിലും പൂനെയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ന്യൂസ് മൈൻഡ് സ്പേസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സെബിയുടെ കാറ്റഗറി ചേഞ്ച്, അതായത് റീറ്റ്സിന് ഇക്വിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ റീറ്റ്സുകളെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്കുകൾ ഔട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജി രംഗത്തുള്ള പല സ്റ്റോക്കുകളും കഴിഞ്ഞ മാർക്കറ്റ് ഫാളിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറിയിരുന്നു. ഇത്തരത്തിൽ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ വീണ്ടും മുന്നേറിയേക്കാം. കോഫോർച്ച്, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സാഗിലിറ്റി ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും വലിയ രീതിയിലുള്ള റിഫോം മെഷേഴ്സാണ് FDAയിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ FDA റിഫോം മെഷേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂക്ലിയർ സെക്ടർ, ഡിഫൻസ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, ഈ സെക്ടറിലൊക്കെയുള്ള FDA ലിമിറ്റ് ഇൻക്രീസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അപ്രൂവലൊക്കെ കൊടുക്കാനുള്ള അനൗൺസ്മെൻറ്റുകളാണ് വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റുകളായിരിക്കാം ഇതെല്ലാം തന്നെ. ഈ ആഴ്ചയിൽ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. 3-ാം തീയതി ആരംഭിച്ച് 5-ാം തീയതിയാണ് അവസാനിക്കുന്നത്. 5-ാം തീയതി 10 മണിയോട് കൂടിയിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25% നിരക്കിൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ് 4-5 തീയതികളിൽ. ധാരാളം അനൗൺസ്മെൻറ്റുകൾ ഈ വിസിറ്റിൽ നടത്താനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് അനൗൺസ്മെൻറ്റുകൾ, മറ്റ് പല അനൗൺസ്മെൻറ്റുകൾ, തീർച്ചയായിട്ടും ഈ അനൗൺസ്മെൻറ്റുകളും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വലിയൊരു ഓർഡർ ബാഗ് ചെയ്തൊരു കമ്പനിയായിരുന്നു ദിലീപ് ബിൽഡ്കോൺ. നാഷണൽ അലുമിനിയം കമ്പനിയിൽ നിന്ന് 5000 കോടി രൂപയുടെ 25 വർഷത്തേക്കുള്ള ഓർഡർ ബാഗ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച വീണ്ടും അവരൊരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 879.3 കോടി രൂപയ്ക്കുള്ള ഓർഡറാണ്. തീർച്ചയായിട്ടും ധാരാളം വലിയ ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ലോങ് റണ്ണിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇപ്പോഴത്തെ PE റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത് തന്നെ. 162.45 ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന 63.14% ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 580 റേഞ്ച്
റേഞ്ച് ലെവലിലൊക്കെയാണ്. ഒരു പക്ഷേ ഈ സ്റ്റോക്ക് 550-600 റേഞ്ചിലേക്കൊക്കെ ഉയരാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ഓർഡർ ബാക്കിംഗ് ആണ്, ഓർഡർ ഇൻഫ്ലോസ് ആണ് ഈ കമ്പനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ 2013 മുതൽ 2025 വരെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളൊരു കമ്പനിയായിരുന്നു 63 മൂൺസ് ടെക്നോളജീസ് ലിമിറ്റഡ്. ഈ 63 മൂൺസ് ടെക്നോളജീസ് ലിമിറ്റഡിൻ്റെ എല്ലാ ഇഷ്യൂസും സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. നാഷണൽ സ്പോട്ട് എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് NCLT കഴിഞ്ഞ ആഴ്ചയിൽ അനുമതി കൊടുത്തിരിക്കുകയാണ്. 5682 ട്രേഡേഴ്സ് ആയിട്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് നടത്താനുള്ള അനുമതിയാണ് കിട്ടിയിരിക്കുന്നത്. 1950 കോടി രൂപയാണ് ഇതിന് ചിലവാക്കാൻ പോകുന്നത്. ഓൾറെഡി ഈ കമ്പനിക്ക് 3405.12 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. ഈ റിസർവിൽ നിന്നാണ് ഈ 1950 കോടി രൂപ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെറ്റിൽമെൻറ്റിന് ശേഷം ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ 320 ആയിരിക്കും. ഒപ്പം ഈ കമ്പനി ഇപ്പം എൻ്റർ ചെയ്തിട്ടുള്ള സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് സെക്ടറിലൊക്കെയാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലാണ് ഈ കമ്പനി വീണ്ടും എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ 9.22 കോടിയാണ്. ഫേസ് വാല്യൂ 2 രൂപയാണ്. 63 മൂൺസ് ടെക്നോളജിയുടെ പ്രൊമോട്ടറാണ് ഇന്ത്യയിൽ AMCX സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ AMCX സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇപ്പോഴത്തെ മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതോടൊപ്പം തന്നെ ദുബായ് ഗോൾഡ് കമോഡിറ്റി എക്സ്ചേഞ്ച്, സിംഗപ്പൂരിൽ കമോഡിറ്റി എക്സ്ചേഞ്ച്, ഫിലിപ്പൈൻസിൽ കമോഡിറ്റി എക്സ്ചേഞ്ച്, ധാരാളം ഏഷ്യൻ കൺട്രികളിലും ഇദ്ദേഹം കമോഡിറ്റി എക്സ്ചേഞ്ചുകൾ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡിംഗ് സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. ഇന്ത്യയിൽ ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒഡിനും അദ്ദേഹം തന്നെയാണ് ലോഞ്ച് ചെയ്തിരുന്നത്. ഒഡിൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് സിനാപ്സി വേവ് എന്ന് പറയുന്നൊരു കമ്പനിക്ക് സെല്ല് ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ അസറ്റ് ലൈറ്റ് മോഡലാണ്. അതോടൊപ്പം തന്നെ വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി രംഗത്താണ്. അതോടൊപ്പം തന്നെ എല്ലാ ലീഗൽ എല്ലാ ഇഷ്യൂസും സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. കഷ്ടകാലം ഈ കമ്പനീനെ സംബന്ധിച്ച് മാറിക്കഴിഞ്ഞു. നല്ല ഡേയ്സാണ് ഈ കമ്പനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പഴയ പ്രൊമോട്ടർ ഈ കമ്പനീനെ വീണ്ടും പഴയ ഗ്ലോറിയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് 63 മൂൺസ് ടെക്നോളജീസ് ലിമിറ്റഡ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കാണ് 63 മൂൺസ് ടെക്നോളജീസ്. കറൻറ്റ് പ്രൈസ് അറ്റ് എവരി ഫാളിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഇനി നമ്മൾ ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ് വീണ്ടും ചൂട് പിടിക്കുകയാണ്. മെയിൻ ബോർഡിൽ ഈ ആഴ്ചയിൽ 3 IPOs ഉണ്ട്. ഡിസംബർ 3 ആരംഭിച്ച് 5-ാം തീയതി അവസാനിക്കും. വിദ്യ വയേഴ്സ്, അതുപോലെ തന്നെ ഏക്കസ് ലിമിറ്റഡ്, മീഷോ ലിമിറ്റഡ്, ഈ 3 മെയിൻ ബോർഡ് IPOs ഉണ്ട്. ഈ 3 മെയിൻ ബോർഡ് IPOസും ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പം മെയിൻ ബോർഡിൽ അപ്ലൈ ചെയ്യുന്ന IPO അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ് ഈ 3 IPOസും. അതോടൊപ്പം തന്നെ നാളെ BSE SMEയിൽ ആരംഭിക്കുന്ന മറ്റൊരു IPO ഉണ്ട്. റാവൽ കെയർ ലിമിറ്റഡ് ആണ്. ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവർ BT കെയർ, അതുപോലെ തന്നെ പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. UAE, ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, അതുപോലെ തന്നെ സൗദി അറേബ്യ, US ഈ രാജ്യങ്ങളിലേക്കൊക്കെ സർവീസും ഉണ്ട്. SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന, റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാം. 130 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1000 ആണ് ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. 1-ാം തീയതി ആരംഭിച്ച് 3-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ NSE SMEയിൽ 2-ാം തീയതി മുതലൊരു IPO വരുന്നുണ്ട്. നിയോക്കം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. നല്ലൊരു IPO ആണ്. 1200 ആണ് മാർക്കറ്റ് ലോട്ട്. 2 ലോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. 98 ആണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. ഈ കമ്പനി നല്ല ഒരു കമ്പനിയാണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു NSE IPO ആണ്. NSE SME IPO ആണ് നിയോക്കം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന 2 SME IPOs ഉണ്ടായിരുന്നു. എക്സാറ്റോ ടെക്നോളജീസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത് 57.65 ടൈംസ് ആണ്.
ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഈ IPOയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് എക്സാറ്റോ ടെക്നോളജീസ്. അതോടൊപ്പം തന്നെ ലോജിസിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് സോഫ്റ്റ്വെയർ എക്സ്പോർട്ടറാണ്, 100% എക്സ്പോർട്ടിംഗ് യൂണിറ്റാണ്. ഈ കമ്പനി വെള്ളിയാഴ്ച ഫസ്റ്റ് ഡേ 1 ടൈമാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഈ കമ്പനിയും ലിസ്റ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള SME IPO ആണ്. അപ്പോൾ SMEയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഓൺഗോയിങ് IPOs ആയ എക്സാറ്റോ ടെക്നോളജീസ്, ലോജിസിയൽ സൊല്യൂഷൻസ്, അതോടൊപ്പം തന്നെ നാളെ ആരംഭിക്കുന്ന BSE SMEയിൽ ആരംഭിക്കുന്ന റാവൽ കെയർ ലിമിറ്റഡ്, മറ്റന്നാൾ ആരംഭിക്കുന്ന NSE SMEയിൽ ആരംഭിക്കുന്ന നിയോകോം ബയോ സൊല്യൂഷൻസ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ മെയിൻ ബോർഡിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വിദ്യ വയേഴ്സ്, എക്കസ് ലിമിറ്റഡ്, മീഷോ ലിമിറ്റഡ് ഈ IPOസിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് AI ഒരുപക്ഷെ ബബിൾ ആയേക്കോ എന്നുള്ള റിപ്പോർട്ടുകളാണ്. ചൈനയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ചൈനയിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 70% കമ്പനികളും ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. അമേരിക്കയിലും ഇത്തരത്തിലുള്ള ഒരു സംശയമൊക്കെ ഉണ്ട് AI ബബിളാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും AI രംഗത്തുള്ള കമ്പനികൾ ഒരുപക്ഷെ കൺസോളിഡേഷനൊക്കെ ഈ രംഗത്ത് വന്നേക്കാം. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ AIയുടെ സക്സസ് തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ബബിൾ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒരുപക്ഷെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ടൊക്കെ മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇൻസുലേറ്റഡ് ആണ്. AI ഇൻസുലേറ്റഡ് കൺട്രി ഇന്ത്യ ആണെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ AI റിലേറ്റഡ് കമ്പനികളിൽ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി നമ്മളെയൊന്നും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. മറിച്ച് വളരെ ചീപ്പായിട്ട് ജെമിനി 3 പോലുള്ള AI ടൂളുകൾ, അതുപോലെ തന്നെ ChatGPT ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ വളരെ ചീപ്പായിട്ട് വലിയ രീതിയിൽ ഇംപ്ലിമെൻറ്റേഷൻ വരികയാണെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ആഴ്ചയിൽ നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ഒരു അപ്പോഴും മൊമെൻറ്റം തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡ് ഡീലുണ്ട്, അമേരിക്ക ആയിട്ടുള്ള ട്രേഡ് ഡീൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ വന്നേക്കാം. ഒപ്പം നമ്മുടെ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസിൽ വല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. നമ്മുടെ എക്കണോമി നല്ല രീതിയിൽ മുന്നേറും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. താരിഫ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മുടെ എക്കണോമിനെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. മറിച്ച് റുപ്പി വീണ്ടും വലിയ രീതിയിൽ താഴെ പോവുകയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റും വൊളാറ്റിലിറ്റി ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. സിൽവർ, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ്, ഈ കമോഡിറ്റികൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലൊക്കെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അടുത്ത മാസങ്ങളിലും അടുത്ത ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഈ 3 കമോഡിറ്റികളിലും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക്, ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.